നന്ദി, യേശുവേ സ്തുതി, ആരാധന, ആരാധന, ഹല്ലേലൂയ. ഉറക്കെ ഈ പഠനം പ്രകമ്പനം വിളിക്കുമാറ് 3 തവണ വലതിന് വേണ്ടി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയിൽ സ്നേഹമുള്ള പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ഇന്നലെ വന്നതിനേക്കാളും ഇന്ന് കുറച്ചാളുകൾ കൂടുതൽ വന്നിട്ടുണ്ട്. സന്തോഷം. ഇന്നലെ വരാത്തവര് ഇന്ന് വന്നു, നല്ല കാര്യം. ഇന്നലെ വന്നവർ ഇന്ന് വരാത്തവരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് വീട്ടിൽ പോയി തന്നെ അറിയാവുക. ഞാൻ ഇന്നലെ ഇരുന്ന പ്രത്യേക പൊസിഷൻസിൽ ഇന്നും അവരുടെ മുഖം കാണുന്നു. അതുകൊണ്ട് ആരും ആക്സെപ്റ്റ് അല്ലെന്ന് വിചാരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഇന്നലെ നമ്മുടെ ശുശ്രൂഷ ആരംഭിച്ചത് വചനം പഠിച്ചുകൊണ്ടാണ്. ഇന്നും നമ്മൾ നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കുന്നത് ഒരു വചനം പഠിച്ചുകൊണ്ടാണ്. അപ്പോൾ ടീച്ചർമാരെ ക്ലാസ്സിൽ വന്ന് ടെസ്റ്റ് പേപ്പർ നടത്തുന്നു. ഇന്നലെ പഠിച്ച വചനം ഏതാണെന്ന് ചോദിക്കുകയാണ്. ഇന്നലെ ഏത് വചനമാണ് പഠിച്ചത്? ഫിലിപ്പിയർ 2:12. അതെന്തായിരുന്നു വചനം? പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ, ബാക്കി അതാണ് ഓർത്തിരിക്കേണ്ടത്. ഭയവും വിറയലും എല്ലാവർക്കും വരും. ബാക്കി എന്താണ്? നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവിൻ. ഹല്ലേലൂയ. പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കും. എന്റെ രക്ഷയ്ക്ക് വേണ്ടി ആരും അധ്വാനിക്കേണ്ട, അത് ഞാൻ നോക്കിക്കൊള്ളാം. നിങ്ങൾ നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കണം. സ്വന്തരിക്കുകയാണ്. അതുകൊണ്ട് ഈ പഠിക്കണമെന്ന് മറന്നു പോകരുത്. വീട്ടിൽ പോയി ആരും വായിച്ചിരിക്കുന്നത് എനിക്കറിയാം. അതുകൊണ്ട് അപ്പം തന്നെ പഠിച്ചു പോകണം. ഹല്ലേലൂയ. പിന്നെ നമുക്ക് കുറച്ച് പിള്ളേർ വന്നിട്ടുണ്ട്. റെപ്രസെന്റേഷൻ ആണല്ലോ എല്ലായിടത്തും. നമുക്ക് we have few representatives from children's wing. ഇന്ന് വന്ന പിള്ളേരുടെ എഴുതി തന്നെ പിടുക്കന്മാര്. ഞാൻ അടുത്താരെങ്കിലും പിള്ളേരെ ഞാൻ ട്രെയിനിങ് കൊടുത്ത് ഉടുപ്പ് കിട്ടി പിള്ളേരാണ് വന്നതിന് മെജോറിറ്റി. ദൈവത്തിന് കൈയടിച്ച് മഹത്വം കയറി അല്ലേ? അപ്പൊ ഈ കാറ്റഗറിയിൽ പെടാത്ത കുട്ടികൾ നമുക്കുണ്ട്. അവരെയും നാളെ എങ്കിലും വിളിച്ചുകൊണ്ട് വരാൻ അമ്മമാര് ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. നമ്മൾ പഠിക്കുന്ന വചനം സങ്കീർത്തനങ്ങൾ 50:23. പറഞ്ഞേ, സങ്കീർത്തനങ്ങൾ 50:23. Psalms 50:23. അത് പ്രകാരമാണ് വചനം. എനിക്ക് പറയാം. ബലിയായി, ഉറക്കെ പറഞ്ഞേ, ബലിയായി കൃതജ്ഞത അർപ്പിക്കുന്നവൻ എന്നെ ബഹുമാനിക്കുന്നു. നേരായ മാർഗത്തിൽ ചരിക്കുന്നവന് ദൈവത്തിന്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും. See, ultimately we all are here for the salvation. നമ്മളെല്ലാം ഇവിടെ ആയിരിക്കുന്നത് സാൽവേഷന് വേണ്ടിയാണ്, രക്ഷയ്ക്ക് വേണ്ടിയാണ്. What is the consequence of salvation? എന്താണ് രക്ഷയുടെ ബാക്കിപത്രം? രക്ഷയുടെ ബാക്കിപത്രമായിട്ട് എന്താണ് നമ്മൾ ഇന്നലെ കണ്ടത്? What is the net result of salvation? എന്താണ്? സ്വർഗ്ഗം, eternal life, നിത്യജീവൻ. അതുകൊണ്ട് ആർക്കാണ് രക്ഷ, ആർക്കാണ് നിത്യജീവൻ ലഭിക്കുക എന്നുള്ളതാണ് സങ്കീർത്തനങ്ങൾ 50:23 പറഞ്ഞിരിക്കുക. ഇത് വളരെ അക്ഷരമുള്ള ഒരു വചനമാണ്. കാണാൻ പഠിക്കണം. ബലിയായി, പറഞ്ഞേ, ബലിയായി കൃതജ്ഞത അർപ്പിക്കുന്നവൻ എന്നെ ബഹുമാനിക്കുന്നു. ഈ ബലിയായി കൃതജ്ഞത അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ കൃതജ്ഞതാ ബലി എന്ന് പറയും. കേട്ടില്ലേ? കൃതജ്ഞതാ ബലി, താങ്ക്സ് ഗിവിംഗ്. എന്താണ് അതിന്റെ മറ്റൊരു വാക്ക്? ഇംഗ്ലീഷിൽ പറഞ്ഞാൽ നമ്മൾ പറയും ഹോളി യൂക്കറിസ്റ്റ്. കേട്ടിട്ടുണ്ടോ യൂക്കറിസ്റ്റ്? ആ വാക്ക് ഹോളി യൂക്കറിസ്റ്റിക് സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാന അർപ്പണമാണ്. ഈ യൂക്കറിസ്റ്റ് എന്ന് പറയുന്ന വാക്ക്
it came from a Greek word Eucharistia. Eucharistia എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കിൽ നിന്നുണ്ടായ ഒരു ഇംഗ്ലീഷ് വാക്കാണ് Eucharist, which means thanksgiving. കൃതജ്ഞത. നന്ദി പ്രകാശനമാകുന്ന ബലി അത് അർപ്പിക്കുന്നവൻ എന്ത് ചെയ്യുന്നു എന്നാണ് ഈ ദൈവം പറയുക? അവൻ എന്നെ ഓണർ ചെയ്തു, അവൻ എന്നെ ബഹുമാനിക്കുന്നു. അപ്പൊ പറയുകയാണ്, നേരായ മാർഗത്തിലൂടെ ചരിക്കുന്നവന്, അതായത് he is doing the right way, ശരിയായ മാർഗത്തിലൂടെ പുള്ളി പോവുകയാണ്, ആ വ്യക്തി ചരിക്കുകയാണ്. അതിന്റെ ഫലമായി I shall give him salvation, അവന് ഞാൻ രക്ഷ പ്രദാനം ചെയ്യും. ഒന്നുകൂടെ വചനം വേണ്ടി പറയാം. സങ്കീർത്തനങ്ങൾ 50:23 ബലിയായി കൃതജ്ഞത അർപ്പിക്കുന്നവൻ എന്നെ ബഹുമാനിക്കുന്നു, നേരായ മാർഗത്തിൽ ചരിക്കുന്നവന് ദൈവത്തിന്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും. കർത്താവിന്റെ രക്ഷ പരിശുദ്ധ കുർബാനയിലൂടെ അഭിഷേകമായി നമ്മുടെ മേലും നമ്മുടെ മക്കളുടെ മേലും നമ്മുടെ കുടുംബത്തിന്റെ മേലും നമ്മുടെ ജോലിയുടെ മേലും ബിസിനസിന്റെ മേലും കൃഷിയുടെ മേലും നമ്മൾ വ്യാപരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിച്ച് ഇരുന്നുകൊണ്ട് തന്നെ വലതുകരം ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവേ, പരിശുദ്ധ കുർബാനയുടെ അഭിഷേകം ഞങ്ങളുടെ മേൽ അയക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് സ്തുതിച്ചേ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം അത് പരിശുദ്ധ കുർബാനയെ കുറിച്ച്. ഇന്നലെ നമ്മൾ ധ്യാനിച്ച് അവസാനിപ്പിച്ച പോയിന്റ് എന്തായിരുന്നു? ഞാൻ എന്തെന്ന് പറഞ്ഞു പോയിന്റ് അവസാനിപ്പിച്ചു. എന്തായിരുന്നു അവസാനിപ്പിച്ചത്? ആ വിശുദ്ധ കുർബാനയെ പറ്റി ആരോ ഒരാൾ എവിടെയോ പറഞ്ഞ സംഗതിയാണ് പറഞ്ഞത്. വിശ്വസിക്കുക, അവിശ്വസിക്കുക, കളിക്കളിക്കുക, അതാണോ? കുർബാന ആകണോ? കുർബാനയെ പറ്റി പറഞ്ഞില്ലേ? അപ്പൊ somebody said, ആരാണ് കുർബാനയെ പറ്റി ഇന്നലെ പറഞ്ഞ കൊട്ടേഷൻ പറഞ്ഞത്? ഏത് മാർപ്പാപ്പയാണ്? ബെനഡിക്ട് 16 മാർപ്പാപ്പ. ഓർക്കുന്നുണ്ട്? ഹല്ലേലൂയ. അദ്ദേഹം എന്താണ് പറഞ്ഞത്? അദ്ദേഹത്തിന്റെ ഏത് ഗ്രന്ഥത്തിലാണ് പറഞ്ഞത്? സാക്രമെന്തും കാരിത്താറ്റിസ്, സ്നേഹത്തിന്റെ കൂദാശ എന്ന പ്രബോധനത്തിൽ അദ്ദേഹം പറഞ്ഞു, Eucharist is to be believed, Eucharist is to be celebrated, and Eucharist is to be lived out. വിശുദ്ധ കുർബാന വിശ്വസിക്കപ്പെടണം, വിശുദ്ധ കുർബാന ആഘോഷിക്കപ്പെടണം, വിശുദ്ധ കുർബാന ജീവിച്ചു തീർക്കണം. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചു. അത് ഇന്ന് കുർബാനയെ പറ്റി വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഫുൾ സ്റ്റോപ്പ് ഇട്ടത്. പ്രിയമുള്ളവരെ, പരിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന ഈ കേരള സഭയിൽ തന്നെ ഒത്തിരി ക്രൈസ്തവരുണ്ട്. ഇന്ത്യയിൽ 2.7 ആണ് ആകപ്പാടെയുള്ള ക്രിസ്ത്യാനികൾ. ആകപ്പാടെയുള്ള കത്തോലിക്കനുണ്ട്, കത്തോലിക്കലിന് 3 റീത്തുണ്ട്, പിന്നെ യാക്കോബായുണ്ട്, ഓർത്തഡോക്സ് ഉണ്ട്, മർത്തോമയുണ്ട്, CSI ഉണ്ട്, പെന്തക്കോസ്തയുണ്ട്, പ്രൊട്ടസ്റ്റന്റ് ഉണ്ട്, പിന്നെ CNI ഉണ്ട്, ലൂതറൻ ഉണ്ട്, ബ്രദറൻ ഉണ്ട്, പിന്നെ നമ്മുടെ എംബർമാനുകാരുണ്ട്, പിന്നെ ആരാണുള്ളത്? ബിലീവേഴ്സ് ചർച്ചുകാരുണ്ട്, പിന്നെ അറിയാമോ? ബോൺ അഗൈൻ ചർച്ചുകാരുണ്ട്, സെവൻത് ഡേ എന്ന് പറഞ്ഞൊരു സഭയില് അവരുണ്ട്, സാൽവേഷൻ ആർമിക്കാരുണ്ട്, യഹോവ സാക്ഷികളുണ്ട്. യഹോവ സാക്ഷികൾ ആക്ച്വലി ക്രിസ്ത്യൻസ് അല്ല, അത് നിങ്ങൾക്ക് അറിയാമോ? They are not Christians. യഹോവ സാക്ഷികൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല. ആ പേരിൽ തന്നെയുണ്ട്. They believe in Yahweh. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ പലരും വിചാരിച്ചിട്ട് ക്രിസ്ത്യാനികളാണെന്നാണ്. പക്ഷെ സർക്കാർ എണ്ണുമ്പോൾ അവരെ ക്രിസ്ത്യാനികളുടെ വകുപ്പിലാണ് എണ്ണുന്നത് മാത്രം. ഇതെല്ലാം കൂടെ കൂട്ടിയാലും 2.7 സംതിങ് ഉള്ളൂ. ഇതിനകത്ത് തന്നെ പ്രബലവിഭാഗമായ കത്തോലിക്കരുണ്ട്, ഓർത്തഡോക്സുകാരുണ്ട്. ഈ കത്തോലിക്ക സഭയും
യാക്കോബായ സഭയും ഓർത്തഡോക്സ് സഭയും. കാത്തലിക്സ്, യാക്കോബായ സഭ, ഓർത്തഡോക്സ് സഭ, ഇത്രയും 5 സഭകൾ ഒഴികെ ബാക്കി പറഞ്ഞ എല്ലാ സഭകളുടെയും വിശ്വാസം കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ കുർബാനയുമായിട്ടുള്ള വിശ്വാസം വ്യത്യസ്തമായ ഒന്നാണ്. ഈ 5 സഭകൾക്കും കൃത്യമായ ഉത്തമമായ സത്യവിശ്വാസം പരിശുദ്ധ കുർബാനയെ പറ്റിയുണ്ട്. എന്നാൽ പ്രൊട്ടസ്റ്റന്റ് പെന്റക്കോസ്റ്റൽ സഭകള് they don't believe in the real presence. അവർ പരിശുദ്ധ കുർബാനയിലുള്ള ഈശോയുടെ സജീവമായ സാന്നിധ്യം, അത് ഈശോയുടെ തിരുശരീരവും ഈശോയുടെ തിരുരക്തവും ഈശോയുടെ ദൈവ സ്വഭാവവും ഈശോയുടെ ആത്മാവും എല്ലാം പച്ചയായി സത്യമായി പരിശുദ്ധ കുർബാനയിൽ അടങ്ങിയിരിക്കുന്നു എന്നുള്ള ആ ഒരു പ്രബോധനം മേൽ പറഞ്ഞ 5 സഭകൾക്ക് ഒഴികെ വേറെ ആർക്കില്ല. അത് നിങ്ങൾ ഇൻഫോർമേഷൻ പോയി എല്ലാവരും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, അതുകൊണ്ട് എല്ലാവരും കുർബാന ചൊല്ലുന്ന സഭകളാണെന്ന് വിചാരിക്കരുത്. കത്തോലിക്കരും യാക്കോബായ ഓർത്തഡോക്സ് മാത്രമാണ് ഈശോയുടെ റിയൽ പ്രസൻസ്, ഈശോയുടെ നിരന്തര സാന്നിധ്യം പരിശുദ്ധ കുർബാനയിൽ വിശ്വസിച്ചിട്ട് വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ട് സൺഡേ അവർ പള്ളിയിൽ പോകും. ഈ പറയുന്ന പ്രൊട്ടസ്റ്റന്റ് സഭക്കാർക്കും ലൂതറൻ സഭക്കാർക്കും ഒക്കെ പള്ളികളുണ്ട്, CSIക്കാർക്കും ഒക്കെ പള്ളികളുണ്ട്, അവർക്കൊക്കെ പ്രെസ്ബിറ്റേഴ്സ് അച്ഛന്മാരുമുണ്ട്. അവർക്ക് സൺഡേ വർഷിപ്പിന് വേണ്ടി പള്ളിയിൽ പോകും. അവർ പോകുമ്പോൾ കുർബാനയ്ക്ക് പോകാനാണ് അവരും പറയാറ്, അല്ലെങ്കിൽ ചിലർ പറയും ആരാധനയ്ക്ക് പോവാണ് എന്നൊക്കെ പറയും. പക്ഷേ അവരവിടെ പോയി പ്രാർത്ഥിക്കുന്നു, പാട്ടുകൾ പാടുന്നു, കരങ്ങളടിക്കുന്നു, ഒത്തിരി സ്തുതിപ്പ് നടത്തുന്നു. പക്ഷേ ചില സഭകളിൽ ഇവർക്ക് കൂടാതെ അപ്പവും വീഞ്ഞും എടുത്ത് പ്രത്യേകം പ്രാർത്ഥിച്ച് ജനങ്ങൾക്ക് മുറിച്ച് കൊടുക്കുന്നു, കുടിക്കാൻ കൊടുക്കുന്നു. ഇതൊക്കെ ചെയ്യാറുണ്ട്. If you go to Lutheran church, then you can see a mass similar to the Latin church. ലത്തീൻ സഭയുടെ കുർബാന എങ്ങനെയാണോ അർപ്പിക്കുന്നത് അതുപോലെ അതേപോലത്തെ ഉടുപ്പൊക്കെ ഇട്ടാണ് ലൂതറൻ ചർച്ചില് അച്ഛന്മാർ കുർബാന അർപ്പിക്കുന്നത്. കണ്ടെന്നാണ് ലത്തീൻ സഭയുടെ കുർബാന അർപ്പിക്കുന്നത്. പക്ഷേ they don't believe in the real presence of Jesus in the Eucharist. അപ്പോൾ പ്രിയമുള്ളവരെ, അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്തിനാണ് അവർ ഒരുമിച്ച് കൂടുന്നത്, എന്തിനാണ് അവർ അപ്പവും വീഞ്ഞും എടുക്കുന്നത്? For them it is a gathering. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഞായറാഴ്ച കൂടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സ്നേഹമിരുന്നാണ്, അഗാപ്പെ എക്സ്പീരിയൻസ്. ഈശോ ശിഷ്യന്മാരോടൊത്ത് പെസഹ ആചരിച്ചതുപോലെ every Sunday on Sabbath day we are called to come together and share bread and wine with our fellow beings. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതൊക്കെ അപ്പമായിട്ട് കൊടുക്കുന്നു, വീഞ്ഞായി കൊടുക്കുന്നു എന്നതിനേക്കാൾ ഉപരി അത് ഈശോയുടെ ശരീരമാണെന്നോ അത് രക്തമാണെന്നോ ഒരു വിശ്വാസമോ പ്രാർത്ഥനയോ അവർക്കില്ല. അത് അറിയില്ല. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. ഈ കുർബാനയുടെ മഹത്വത്തെ കുറിച്ചും നമ്മുടെ കുർബാനയുടെ വ്യതിരക്തതയെ കുറിച്ചും പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു തരിക. പ്രിയമുള്ളവരെ, അവര് കുർബാന, ഉപസാരം, രോഗീലേപനം, വിവാഹം, തിരുപ്പട്ടം, സ്ഥൈര്യലേപനം, ഈ പറയുന്ന 6 ഉദാസങ്ങളും അംഗീകരിക്കുന്നില്ല. They accept only the sacrament of baptism. മാമോദീസ മാത്രമേ ഈ പറയുന്ന മറ്റ് സഭകൾ അംഗീകരിക്കുന്നു. കുർബാനയും മറ്റു ഉദാസങ്ങളും അംഗീകരിക്കുന്നില്ല. ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. യുവതി യുവാക്കന്മാരൊക്കെ ഇരിപ്പുണ്ട്. നിങ്ങൾ നടക്കുമ്പോൾ ഇങ്ങനെയുള്ളവർ പ്രേമിക്കരുത്, ആർപ്പാടാവും. പിന്നെ പള്ളി വെച്ച് വേണം, അങ്ങനെ വരുമ്പോൾ അത് വേണം, ഇത് വേണം, അതില്ല, ഇതില്ല, അങ്ങനെ ഇങ്ങോട്ട് മാറില്ല, അങ്ങോട്ട് മാറില്ല, ആകപ്പാട പ്രശ്നം. അപ്പോൾ നിങ്ങൾ ആരും ഇങ്ങനെയുള്ള സഹകാരക്കാരെ പ്രേമിക്കേണ്ട. പ്രേമിക്കണം അത്ര ആഗ്രഹമുള്ളവര് കത്തോലിക്ക സഭയിൽ പ്രേമിച്ചാൽ മതി. കേൾക്കാൻ വേണ്ടി ഇല്ലാന്നുള്ളതാണ് മറ്റൊരു വിരോധാഭാസം. പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പോൾ പരിശുദ്ധ കുർബാന ഒരിക്കൽ ക്രിസ്തു അർപ്പിച്ചു, ഇനി അത് വീണ്ടും ആവർത്തിക്കുന്നത് തെറ്റാണ്, അത് പാഷണ്ഡതയാണ് എന്നാണ് ഈ കൂട്ടർ പറയുന്നത്. അതായത് ഈ അപ്പസ്തോലിക സഭകൾ, നമ്മളെ പോലുള്ള അപ്പസ്തോലിക സഭകൾ ഒഴികെയുള്ള ബാക്കി സഭക്കാർ പറയുന്നത് എന്താണ്? 2000 years ago Jesus on Calvary offered one and only kurbana, one and only crucifixion. It is over. He offered this mass
for all the generations and we need not repeat it again. അതാണ് അവരുടെ ക്ലെയിം. ഒരിക്കൽ ക്രിസ്തു അർപ്പിച്ചു, പിന്നെ എന്തിനാണ് നിങ്ങൾ അച്ഛന്മാർ വെറുതെ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ പറ്റത്തില്ല. ഇറ്റ് ഈസ് ഇംപോസിബിൾ എന്നാണ് അവർ പറയുന്നത്. പക്ഷെ പ്രിയമുള്ളവരെ, ഇറ്റ് ഈസ് എ മിസ്അണ്ടർസ്റ്റാൻഡിംഗ്. നമുക്കും ചിലപ്പോൾ ഈ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് കാണാം. നമ്മൾ ഇവിടെ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാന, അത് ഏത് വ്യക്തികളുടെ കുർബാന, മലങ്കരയോ ലത്തീനോ മലബാറോ യാക്കോബായോ ഓർത്തഡോക്സോ ഇങ്ങനെയുള്ള അപ്പസ്തോലിക സഭകളിൽ അർപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാന, അത് കർത്താവ് 2000 വർഷം മുമ്പ് കാൽവരിയിൽ അർപ്പിച്ച പരിശുദ്ധ കുർബാനയുടെ ആവർത്തനമാണോ? Is it the repetition? Carefully ശ്രദ്ധിക്കണം. Is it the repetition of the one and the same mass which Jesus offered 2000 years ago at Calvary? It is not the repetition. അത് നമ്മുടെ പ്രബോധനം അങ്ങനെയാണ്. Then what is this? It is a representation. അത് നമ്മൾ പുനരവതരിപ്പിക്കുന്നു, represent ചെയ്യുന്നു. How do we represent it? Through the signs and symbols. അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും നമ്മൾ ഇത് റെപ്രസെന്റ് ചെയ്യുകയാണ്. സാക്രമെന്റലി, കൗദാശികപരമായി അത് ആവർത്തിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ചോദിച്ചാൽ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈശോ കാൽവരിയിൽ യാഗമായി ബലി അർപ്പിച്ചതിന് തൊട്ട് മുമ്പ് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, whenever you gather in my name, എന്റെ നാമത്തിൽ നിങ്ങൾ എപ്പോഴെല്ലാം ഒരുമിച്ച് കൂടിയാലും do this in memory of me, എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യണം. അത് പറഞ്ഞ ശേഷമാണ് he took the bread, blessed, broke and gave to his disciples and said, this is my body. അവൻ അപ്പം എടുത്ത് വാഴ്ത്തി മുറിച്ചു കൊടുത്ത്, ഇതെന്റെ ശരീരമാണ്. അവൻ വീഞ്ഞെടുത്ത് വാഴ്ത്തി അവർക്ക് വിളമ്പി പറഞ്ഞു, ഇതെന്റെ രക്തമാണ്. He commanded us to offer this till the end of the times. സമയത്തിന്റെ അവസാനം വരെ, ലോകത്തിന്റെ അവസാനം വരെ ഇത് അർപ്പിക്കാൻ ഈശോ കമാൻഡ് ചെയ്തു. അതുകൊണ്ടാണ് നമ്മുടെ കുർബാന തുടങ്ങുമ്പോൾ അന്നാം പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോലെ, as Jesus commanded, we shall gather together and offer this Eucharist. അത് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് പെന്തക്കോസ്തുകാരും മറ്റു സഭക്കാരും നമ്മളെ കർത്താവിനെ എല്ലാ ദിവസവും കൊന്നുകൊണ്ടിരിക്കുമല്ലേ എന്ന് ചോദിച്ചാൽ, അതായത് ചരിത്രത്തിൽ സംഭവിച്ച ക്രൂശീകരണവും മരണവും ഉത്ഥാനവും അല്ല ഇവിടെ ആവർത്തിക്കപ്പെടുന്നത്, മറിച്ച് അത് കൗദാശികമായ അപ്പത്തിന്റെയും മീനിന്റെയും രൂപത്തിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണ്, പുനരവതരിപ്പിക്കുകയാണ്. Because Jesus commanded us to do the same. Hallelujah. Hallelujah. ഇങ്ങനത്തെ കാര്യങ്ങളുടെ കൺസെപ്റ്റുകൾ കൃത്യത വേണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. എനിക്കിപ്പോൾ പോവാം, but you must know things very clearly. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ ഒരു ബോധ്യം ഈ പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ്തുകാർക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. Let us pray for them. അവർക്ക് ആ ബോധ്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എന്നാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ലോകം അറിയപ്പെടുന്ന ഈ പെന്തക്കോസ്റ്റൽ പ്രൊട്ടസ്റ്റന്റ് മൂവ്മെന്റിന്റെ അനിഷേധ്യനായ ഒരു നേതാവായിരുന്നു സ്കോട്ട് ഹൈൻ എന്ന് പറയുന്ന മനുഷ്യൻ. സ്കോട്ട് ഹൈൻ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അദ്ദേഹം ഒരു അമേരിക്കക്കാരനാണ്. അമേരിക്കയിൽ ജനിച്ചു വളർന്ന മനുഷ്യനാണ്. ഈ പെന്തക്കോസ്റ്റൽ മൂവ്മെന്റ്സ് ഏറ്റവും കൂടുതലുള്ള അമേരിക്കയിലാണ്. ഹല്ലേലൂയ. അപ്പോൾ ഈ പറയുന്ന സ്കോട്ട് ഹൈൻ എന്ന് പറയുന്ന ഈ സാഹിബ്, ഈ പാസ്റ്ററിന് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ആണ്. അദ്ദേഹം തീപിടിച്ച ഒരാത്മാവായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേട്ട് അനവധി ലക്ഷക്കണക്കിന് ആളുകൾ ഈ ക്രിസ്തു വിശ്വാസം സ്വീകരിച്ചു. പെന്തക്കോസ്റ്റൽ ചർച്ചിലേക്കാണ് വന്നതെന്ന് മാത്രം മാമോദീസ സ്വീകരിച്ചു. അദ്ദേഹം കൊടുത്ത മാമോദീസ എല്ലാം വാലിഡ് മാമോദീസകളായിരുന്നു. ബിക്കോസ് he gave them baptism in the Trinitarian formula. That is also another information for you. പെന്തക്കോസ്ത സഹോദരങ്ങൾ കത്തോലിക്ക സഭയിൽ കൊടുക്കുന്നതുമായ മാമോദീസയ്ക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഏതെങ്കിലും ഗ്രേഡ് കൂടിയതാണോ കുറഞ്ഞതാണോ? അത് നിങ്ങൾ അറിയിക്കണം. സഭയുടെ സത്യപ്രബോധനം ഇതാകുന്നു. എന്ത്? ഏതൊരു വ്യക്തി പരിശുദ്ധ തൃത്വത്തിന്റെ നാമത്തിൽ മാമോദീസ സ്വീകരിക്കുന്നുവോ ആ മാമോദീസ സാധുവും നിയമപരവും ആകുന്നു. ഇറ്റ് ഈസ് വാലിഡ് ആൻഡ് ലിസിറ്റ്. എന്നാൽ ഏതൊരു വ്യക്തി തൃത്വനാമം ഒഴികെ, ചില ആളുകൾ മാമോദീസ മുങ്ങുന്നത് എങ്ങനെയാണ്? യേശുവിന്റെ നാമത്തിൽ തന്നെ മാമോദീസ മുങ്ങുന്നു.
അതൊരു വാലിഡ് മാമോദിസയാണോ? നോ. So the baptism must be given in the Trinitarian formula. പെന്തക്കോസ്തൽ സഭകൾ പലതുണ്ട്, പല സഭകൾ പലയിടത്തുണ്ട്. അവർക്കൊരു യൂണിഫിക്കേഷൻ ഒന്നുമില്ല. പലയിടത്തും പലരും തോന്നുകയാണ്. ചില സഭകൾ in the name of Jesus ആണ് ബാപ്റ്റിസം കൊടുക്കുന്നതെങ്കിൽ vast majority are giving baptism in the Trinitarian formula. അതുകൊണ്ട് തൃത്വനാമത്തിൽ മാമോദീസ സ്വീകരിച്ചിട്ടുള്ള പെന്തക്കോസ്തക്കാര് പിന്നെ കത്തോലിക്ക കൂട്ടായ്മയിലേക്ക് വന്നാൽ അവർക്ക് വീണ്ടും മാമോദീസ കൊടുക്കണോ വേണ്ടയോ? വേണ്ട. അവരെ കത്തോലിക്ക വിശ്വാസം ഏറ്റുപറഞ്ഞ് സ്വീകരിക്കാവുന്നതാണ്. ഈ പറയുന്ന സ്കോട്ട് ഹൈൻ പറയുന്ന പെന്തക്കോസ്റ്റൽ പ്രൊട്ടസ്റ്റന്റ് പാസ്റ്റർ അദ്ദേഹം ട്രിനിറ്റേറിയൻ ഫോർമുലയിൽ മാമോദീസ കൊടുത്തുകൊണ്ടിരുന്നയാളാണ്. അങ്ങനെ സാധുവായ മാമോദീസ സ്വീകരിച്ച ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒത്തിരി പുസ്തകങ്ങൾ അദ്ദേഹം കത്തോലിക്ക സഭയ്ക്കെതിരെ എഴുതിയിട്ടുണ്ട്. കത്തോലിക്ക സഭയിലെ കൂദാശകൾക്കെതിരെ, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയ്ക്കെതിരെ ഒത്തിരിയേറെ പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഒത്തിരി സീരീസ് ഓഫ് വീഡിയോസ് അദ്ദേഹം കൊടുത്തിട്ടുണ്ട് ഈ കുർബാനയ്ക്കെതിരെ. ഈശോയെ എല്ലാ ദിവസവും നമ്മൾ കൊല്ലുകയാണ്, നമ്മൾ നരഭോജികളാണ്. ബോഡി ആൻഡ് ബ്ലഡ്, നമ്മളൊരു മനുഷ്യന്റെ ശരീരവും രക്തവുമാണ് കഴിക്കുന്നതെങ്കിൽ അതിനെ ഇംഗ്ലീഷുകാർ വിളിക്കും, നമ്മൾ മലയാളികൾ വിളിക്കും, നരഭോജി എന്ന് വിളിക്കും, അല്ലേ? അപ്പൊ നമ്മള് നരഭോജികളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒത്തിരി പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഈ പറഞ്ഞത് ബോറടിക്കുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ പറഞ്ഞും എഴുതിയും പ്രസംഗിച്ച് നടന്ന ഈ സ്കോട്ട് ഹൈൻ ഒരിക്കൽ ഇങ്ങനെ ഒരു വഴിയിൽ കൂടെ നടന്നു പോയപ്പോൾ ഒരു പള്ളിയുടെ അനാഥയെ തുറന്നിട്ടിരിക്കുകയാണ്. അതിലിങ്ങനെ പാസ് ചെയ്ത് പോയി കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കര റേഡിയേഷൻ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് അടിച്ചു. അദ്ദേഹം സാക്ഷ്യപ്പെടുന്നതാണ്. ഒരു ഭയങ്കര റേഡിയേഷൻ അദ്ദേഹത്തിന്റെ നെറ്റിത്തടത്തിൽ അടിച്ചു. അദ്ദേഹം അവിടെ വീണു. മുഖത്ത് വന്ന് നോക്കി കഴിഞ്ഞപ്പോൾ he realized that he was in front of a church. ആ സമയത്ത് ആ പള്ളിയിൽ യൂക്കറിസ്റ്റിക് അഡോറേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതുപോലെ അൽത്താരയിൽ ദിവ്യകാരം എഴുന്നേറ്റ് ചോദിച്ചപ്പോൾ റോഡിൽ കൂടെ പോയത്, അമേരിക്കയിലെ റോഡിൽ കൂടെ പോയത് അടിച്ചോടി. അപ്പൊ അദ്ദേഹത്തിന് ഒരു പ്രചോദനം ഉണ്ടായി ആ പള്ളിക്കകത്തേക്ക് കയറാൻ. അന്നേ വരെ കത്തോലിക്ക സഭയെ ക്രിട്ടിസൈസ് ചെയ്യുന്ന അറിയപ്പെടുന്ന ഒരു പെന്തക്കോസ്റ്റൽ പാസ്റ്ററായ അദ്ദേഹം മനസ്സോടെ നയിക്കപ്പെട്ടു പള്ളിക്കകത്തേക്ക്. ചുമ്മാ അദ്ദേഹം അവിടെ പോയിരുന്നു. കുറെ നേരം ആ യൂക്കറിസ്റ്റിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്നു. പ്രിയമുള്ളവരെ, പിന്നീട് അദ്ദേഹം ഈ വിശുദ്ധ കുർബാനയെ പറ്റി ആഴത്തിൽ പഠിക്കാൻ ആരംഭിച്ചു. ഒത്തിരി വായിച്ചു, ഒത്തിരി കത്തോലിക്ക ഗ്രന്ഥങ്ങൾ വായിച്ചു, കത്തോലിക്ക സഭയുടെ പ്രബോധന ഗ്രന്ഥങ്ങൾ എല്ലാം വായിച്ചു, ചാക്രിക ലേഖനങ്ങൾ വായിച്ചു, അങ്ങനെ ബൈബിളിന്റെ വ്യാഖ്യാനങ്ങൾ വായിച്ചു. ഏത് കാര്യങ്ങൾ ഈ ബൈബിൾ അടിസ്ഥാനത്തിൽ പഠിച്ച് at the end he realized that Jesus is really present in the Eucharist, in the homes consecrated by a priest with a valid ordination. കൃത്യമായ സാധുവായ പട്ടം സ്വീകരിച്ച ഒരു പുരോഹിതൻ ആശീർവദിക്കുന്ന അപ്പത്തിൽ ഈശോയുടെ യഥാർത്ഥ ശരീരവും ഈശോയുടെ യഥാർത്ഥ രക്തവും ഈശോയുടെ ആത്മാവും ഈശോയുടെ ദൈവത്വവും അടങ്ങിയിരിക്കുന്നുവെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സും 1980കളിലാണ് സംഭവിക്കുന്നത്. They reunited into the Catholic Church. Hallelujah. അദ്ദേഹം അതിനുശേഷം ഒത്തിരി റിസർച്ചുകൾ പരിസരമായി നടത്തി. അണ്ടർസ്റ്റാൻഡിങ് ദ യൂക്കറിസ്റ്റ് എന്ന പേരിൽ ഒരു വലിയ പുസ്തകം ഇംഗ്ലീഷിൽ ഇറക്കിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ അത് അതിന്റെ ഓൺലൈൻ സോഴ്സുകൾ അവൈലബിൾ ആണ്. അണ്ടർസ്റ്റാൻഡിങ് ദ യൂക്കറിസ്റ്റ് ബൈ സ്കോട്ട് ഹൈൻ. അപ്പൊ വിശുദ്ധ കുർബാനയെ ബൈബിൾ അടിസ്ഥാനത്തിൽ, അദ്ദേഹം ഒരു ബൈബിൾ പണ്ഡിതനായിരുന്നു, പെന്തക്കോസ്തയായിരുന്നു, അദ്ദേഹം ബൈബിൾ ധാരാളം പഠിച്ച ആളാണ്. ബൈബിൾ അടിസ്ഥാനത്തിൽ കത്തോലിക്ക സഭയുടെ പരിശുദ്ധ കുർബാനയെ വ്യാഖ്യാനിക്കുകയാണ്. അതുകൊണ്ട് ഈശോ ഇതിൽ വസിക്കുന്നില്ല കോടാനുകോടി ജനങ്ങൾ പറഞ്ഞാലും ഉറപ്പിച്ചാലും ഇതിൽ ഈശോ വസിക്കുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പിച്ചേക്ക് പറയും. നമ്മളിങ്ങനെ പരിശുദ്ധ കുർബാനയിൽ വരുന്നു, പ്രാർത്ഥിക്കുന്നു, കുർബാന സ്വീകരിക്കുന്നു, പോകുന്നു. ബട്ട് if we negate, if we doubt the real presence of Jesus in the Eucharist, നമ്മൾ ഒരാൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രമാത്രം ആഴമായ വിശ്വാസ വ്യക്തിയുണ്ട്.
നമ്മളെല്ലാവരും കരങ്ങളിലാണ് സ്വീകരിക്കുന്നത്. പക്ഷേ എത്രത്തോളം സ്നേഹത്തോടെയാണ് നമ്മൾ ഈശോയെ സ്വീകരിക്കുന്നതെന്ന് അത് നമുക്ക് കൊടുക്കുമ്പോഴും നിങ്ങളത് വാങ്ങുമ്പോഴും അച്ഛന്മാർക്ക് മനസ്സിലാവും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ആരെയും ക്രിട്ടിസൈസ് ചെയ്യല്ല. നമ്മൾ ഇത്രയും കാലം ആ ഒരു തിരിച്ചറിവിലേക്ക് കൃത്യമായ ബോധ്യത്തിലേക്ക് വരാൻ മറന്നുപോയെങ്കിൽ ഇനി അതിനെ നമ്മൾ വെയിറ്റ് ചെയ്യരുത്. We must come back to Jesus. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇതിനെപ്പറ്റി നമ്മൾ പഠിക്കണമെങ്കിൽ, പരിശുദ്ധ കുർബാനയുടെ പൊരുൾ മനസ്സിലാക്കണമെങ്കിൽ, കുർബാനയെ പറ്റി ഈശോ എന്താണ് പറഞ്ഞിട്ടുള്ളത് കൃത്യമായി ബോധ്യമുണ്ടാകണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം. യോഹന്നാന്റെ സുവിശേഷത്തിലാണ് പരിശുദ്ധ കുർബാനയുടെ പൊരുൾ മുഴുവൻ അടങ്ങിയിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷമാണ്. നിങ്ങൾക്കറിയാവോ? അതെ. അതുപോലെ പരിശുദ്ധ കുർബാനയെ പറ്റി മുഴുവൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം. Because John was a theologian, അദ്ദേഹം ഒരു ദൈവശാസ്ത്രജ്ഞനായിരുന്നു. അതുകൊണ്ട് തന്നെ അടയാളങ്ങളുടെയും പ്രതീകങ്ങളിലൂടെയും ഈശോയുടെ തന്നെ വാക്കുകളിലൂടെയും കൃത്യമായ ഒരു തിയോളജി, കൃത്യമായ ഒരു ദൈവശാസ്ത്രം, കൃത്യമായ ഒരു ബോധ്യം പരിശുദ്ധ കുർബാനയെ പറ്റി യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണാൻ സാധിക്കും. Throughout the gospel, especially in chapter 6, 6-ാം അധ്യായത്തിൽ. അതുകൊണ്ട് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തെ ഓടിച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. പ്രിയമുള്ളവരെ, ഈ 6-ാം അധ്യായത്തില് ഏറ്റവും ആദ്യം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കിടക്കുന്നത് ഈശോ തിബേരിയൂസ് എന്ന് പറയുന്ന ഗലീലിയ കടലിന്റെ മറുകരയിലേക്ക് പോയി. അവിടെ ഇങ്ങനെ ആളെ കൂട്ടിയിരുന്ന് കഴിഞ്ഞപ്പോൾ അവരെ ആളുകളെല്ലാം വന്നുകൂടി. അവരുടെ വചനം കേട്ട ആളുകളെല്ലാം അവിടെ ഇരുന്നു. സന്ധ്യയായി, ആൾക്കാർക്കെല്ലാം വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഈശോ അവരോട് പറഞ്ഞു, ഇവർക്ക് വിശക്കുന്നവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കും, അവരെ തീറ്റിക്കും, അവരെ തിന്നാനുള്ള കൊടുക്കണം. അപ്പൊ പറഞ്ഞു, അയ്യോ ഞങ്ങൾക്ക് എല്ലാം മേടിക്കാനൊന്നുമില്ല, സമയം വീട്ടിൽ പറഞ്ഞിടാൻ മനുഷ്യന്മാരുണ്ട്. അപ്പോൾ ഈശോ പറഞ്ഞ 5 കൊണ്ട് കൊണ്ടുപോവാ. അത് ഈശോ എടുത്തു. ഈശോയെ പ്രാർത്ഥിച്ച് മഹത്വപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ആ 5 അപ്പം എത്രയായി മാറി? 5000 പേർക്കുള്ളതായി. അവിടെ പറഞ്ഞിരിക്കുന്നത് 5000 പുരുഷന്മാർ അവിടെ ഉണ്ടായിരുന്നു. എന്താണ്? അതൊരു ജൂയിഷ് സ്റ്റൈൽ ഓഫ് ലിറ്ററേച്ചർ ആണ്. കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുമ്പോൾ ഒരു മാസ്കുലൈൻ നേച്ചർ അതിലെല്ലാം വരുന്നത്. എല്ലായിടങ്ങളിലും പുരുഷ മേധാവിത്വം കാണിച്ചുകൊണ്ടുള്ള രീതിയിൽ എഴുതി പിടിപ്പിക്കുക എന്നുള്ളത് ജൂയിഷ് കൺസെപ്റ്റാണ്, യഹൂദന്മാരുടെ ഒരു കാഴ്ചപ്പാടാണ്. യഹൂദർ എല്ലാ ദിവസവും എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന എങ്ങനെയാണ്? അല്ലയോ യഹോവേ, ചേച്ചിമാരോട് പറഞ്ഞത് എന്താണത്? അല്ലയോ യഹോവേ, എന്നെ നീ ഒരു പന്നിയായി സൃഷ്ടിക്കാത്തതിനാലും എന്നെ ഒരു സ്ത്രീയായി സൃഷ്ടിക്കാത്തതിനാലും തന്നെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. അപ്പൊ പന്നിയുടെ വരെയാണ് സ്ത്രീകൾക്ക് യഹൂദന്മാർ കൊടുക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ല കേട്ടോ. അപ്പോൾ പുരുഷ മേധാവിത്വം, മാസ്കുലൈൻ നേച്ചർ ആണ് എല്ലാവരും ഉള്ളത്. അതുകൊണ്ട് തന്നെ അവർ എന്ത് എഴുതിയത്? സുവിശേഷം രചിച്ച യോഹന്നാനും ലൂക്കായും മത്തായും മർക്കോസും ഒക്കെ ക്രിസ്ത്യാനികളായിരുന്നു. അവരൊക്കെ ജൂസ് ആയിരുന്നു, അവർ യഹൂദരായിരുന്നു. അതുകൊണ്ട് തന്നെ ജാതിയാലുള്ള ദൂതാൻ പോവില്ല. അവരെ എഴുതി വെച്ചപ്പോൾ there were 5,000 men, 5000 ആണുങ്ങളുണ്ടായിരുന്നു. പക്ഷെ നമുക്കറിയാം, ഈശോ എവിടെ പോയാലും അവിടെ ആണുങ്ങളെ മാത്രമല്ല കഴിച്ചു കൊടുക്കുന്നത്, ആണുങ്ങളുടെ ഇരട്ടി അവിടെ പെണ്ണെണ്ണം ഉണ്ടായിരിക്കും, അല്ലേ? അപ്പോൾ 10,000 സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഇനി സ്ത്രീകളെ പിള്ളേരെ അതൊന്നും പള്ളിക്കൂടം ഒന്നുമില്ല, പള്ളിക്കൂടൊന്നും പോലൊന്നുമില്ല. എവിടെ പോയാലും ഈ പിള്ളേരെ കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു 10,000 പിള്ളേരാണ് പെണ്ണുമായിട്ട് വേറെ കാണാം. അപ്പൊ 10,000, 50,000, 25,000 പേര് അവിടെ ഉണ്ടായിരിക്കാം. എന്റെ കണക്കെങ്ങനെയാണ്? ശരിയാണോ? ചുമ്മാ കാടച്ച് പറയുന്ന കണക്കാണ്. Let us imagine that 5000 പുരുഷന്മാരുണ്ടെങ്കിൽ ഇരട്ടി സ്ത്രീകളും അതുപോലെ കുട്ടികളും കണ്ടേക്കാം. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 5 അപ്പത്തെ ഈശോ എടുത്തു വാഴ്ത്തിയപ്പോൾ അത് രൂപാന്തരപ്പെട്ടു. It was transformed. ശ്രദ്ധയോടെ കൂടി കേൾക്കണം. എന്തിനാണ് ഈ 6-ാമത്തെ സുവിശേഷത്തിൽ പരിശുദ്ധ കുർബാനയുടെ ഈ അധ്യായത്തിൽ ഈ യോഹന്നാൻ ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഈ സംഭവങ്ങൾ? ഈശോ അപ്പം വർദ്ധിപ്പിച്ച ആ സംഭവത്തെ എന്തിനാണ് പറഞ്ഞിരിക്കുന്നത് ചോദിച്ചാൽ, ജീസസ് knows how to handle these loaves. എങ്ങനെ ഈ അപ്പത്തെ കൈകാര്യം ചെയ്യണം, how to multiply these loaves, how to transform these loaves. Jesus knew. ഈശോയ്ക്ക് അറിയാമായിരുന്നു. He was capable for that.
അവൻ അറിയാമായിരുന്നു അപ്പത്തെ ഹാൻഡിൽ ചെയ്യാൻ. ഈശോ അപ്പത്തെ രൂപാന്തരപ്പെടുത്താൻ കഴിവുള്ളവനാണ് എന്ന് കാണിക്കാനാണ്. അപ്പത്തെ ഏത് വിധത്തിലും രൂപാന്തരപ്പെടുത്താൻ, വരികൾക്കിടയിൽ നിങ്ങൾ വായിക്കണം, അപ്പത്തെ എണ്ണത്തിലും അപ്പത്തെ ഗുണനിലവാരത്തിലും ഏത് വിധേനയും രൂപാന്തരപ്പെടുത്താൻ കഴിവുള്ളവനാണ് ആര്? ഈശോ. അത് പറഞ്ഞു വെക്കാനാണ് യോഹന്നാൻ ശ്ലീഹ അപ്പം അർപ്പിക്കുന്നവരോട് പറഞ്ഞിരിക്കുന്നത്. അഗൈൻ അതിനകത്തൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ കാണുന്ന അടുത്ത എപ്പിസോഡാണ് 6-ാം അധ്യായത്തിൽ തന്നെ ഈശോ വെള്ളത്തിന്റെ മീതെ കൂടെ നടന്നു. ഈശോ വെള്ളത്തിന്റെ മീതെ കൂടെ നടന്നെങ്കിലും സൂപ്പറായിട്ട് ഗ്രൗണ്ടിൽ കൂടെ നടക്കണമെന്ന് നടന്നുപോയി. നമുക്കറിയാം. വേറൊരു സാറ് വെള്ളത്തിന്റെ മേലെ കൂടെ നടക്കാൻ നോക്കി. ആരായിരുന്നത്? പത്രോസ്. പത്രോസ് വെള്ളത്തിന്റെ മേലെ നടന്നപ്പോൾ എന്ത് സംഭവിച്ചു? താഴ്ന്നുപോയി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വെള്ളത്തിന്റെ മേലെ കൂടെ നടക്കണമെങ്കിൽ സപ്പോസ് നമ്മള് നീന്താൻ നമുക്കറിയാം. നീന്തണമെങ്കിൽ നമ്മൾ നമ്മുടെ ശരീരത്തെ ആ വെള്ളത്തിന്റെ ഒഴുക്കിനോട്, വെള്ളത്തിന്റെ ചുഴികളോട് അല്ലെങ്കിൽ അതിന്റെ ഫ്ലോയോട് അനുരൂപപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ശരീരത്തെ ഒതുക്കണം. ഇങ്ങനെ മരം കെട്ടി കിടക്കുന്ന നമ്മൾ പൊട്ടിക്കിടക്കുമോ? ഇല്ല. ബോഡി മസ്റ്റ് ബി ഫ്ലെക്സിബിൾ, ബോഡി മസ്റ്റ് ബി അഡാപ്റ്റ്. അതാണ് അതിന്റെ ഒരു പ്രിൻസിപ്പിൾ. ഈശോ വെള്ളത്തിന്റെ മീതെ കൂടെ നടക്കുന്നതിന്റെ സൂചന എന്താണ്? ഈശോയുടെ ശരീരത്തെ ഏത് വിധേനയും രൂപപ്പെടുത്താൻ, ട്രാൻസ്ഫോം ചെയ്യാൻ ഈശോയ്ക്ക് സാധിക്കും. ഹല്ലേലൂയ. 5 5000 ആക്കിയപ്പോൾ എന്താണ് മനസ്സിലാക്കിയത്? ഈശോയ്ക്ക് അപ്പത്തെ എങ്ങനെയും മാറ്റാം. വെള്ളത്തിന്റെ മീതെ കൂടെ നടക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ജീസസ് ക്യാൻ മാനേജ് ഹിസ് ബോഡി, ഹി ക്യാൻ ഹാൻഡിൽ ഹിസ് ബോഡി ഇൻ എനി വേ. ഏത് രീതിക്കും ഈശോയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. പ്രിയമുള്ളവരെ, അങ്ങനെ അപ്പത്തിന്റെ രൂപാന്തരീകരണത്തെ കുറിച്ചും ശരീരത്തിന്റെ രൂപാന്തരീകരണത്തെ കുറിച്ചും പഠിപ്പിച്ച ശേഷമാണ് ഈശോ 6-ാം അധ്യായത്തില് അതിന്റെ 55-ാം തിരുവാക്യത്തിൽ പറയുകയാണ്, പ്രബോധനമാണ്, എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്. ഹല്ലേലൂയ. എന്റെ രക്തം യഥാർത്ഥ പാനീയമാണ്. ഹല്ലേലൂയ. അപ്പൊ യോഹന്നാൻ ഇത് പഠിപ്പിക്കുമ്പോൾ വായനക്കാരെ മനസ്സുകൊണ്ട് ഒരുക്കുന്നുണ്ട് അതിനെ. ഇതെങ്ങനെ, ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? ഇതെങ്ങനെ സാധിക്കുക? ഈശോ എങ്ങനെ അപ്പം എടുത്തിട്ട് ശരീരമാണെന്നും വീഞ്ഞെടുത്തിട്ട് രക്തമാണെന്നും എങ്ങനെ പറയാൻ സാധിക്കും? പറയാൻ സാധിക്കും. കാരണം അവൻ അപ്പത്തെ വർദ്ധിപ്പിച്ചവനാണ്. അവന്റെ ശരീരം വെള്ളത്തിൽ മുങ്ങാതിരിക്കത്തക്ക വിധം ശരീരത്തിന് രൂപാന്തരീകരണം കൊടുത്തവനാണ്. അങ്ങനെയുള്ള ഒരുവന് അപ്പം എടുത്ത് അവന്റെ ശരീരമാക്കാനും വീഞ്ഞെടുത്ത് അവന്റെ രക്തമാക്കാനും സാധിക്കും. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇതിന് ശേഷം what was the response of the audience? കേൾവിക്കാരുടെ പ്രതികരണം എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത്. അത് 6-ാം അധ്യായത്തിന്റെ 60-ാമത്തെ ഭാഗത്ത് കണ്ടുണ്ട്. ഇത് കേട്ട് അവന്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രമിക്കാൻ ആരെങ്കിലും വരും. ഇപ്പൊ നിങ്ങൾ ചിലർ മനസ്സിൽ തോന്നുന്നുണ്ട്, ഈ പുള്ളിയാണ് ഏതാണെന്ന് പറയുന്നത്, ഇത് കഠിനമാണ്. നിങ്ങൾ ചിലർ വിചാരിക്കുന്നു, എനിക്കറിയാം, അങ്ങനെ വിചാരിക്കുന്നത് വ്യക്തമായി മനസ്സിലാക്കുക. അപ്പോൾ ഈ പറയുന്നത് എന്ത് കട്ടിയാണ്? ഈ പറയുന്നത് ശരീരമാണ്, രക്തമാണ്. ഇവൻ ആ യോസഫിന്റെ മേരിയുടെ മകനല്ലേ? ഇവൻ അവിടെ ആ കാര്യത്തിലല്ലേ ഉണ്ടായത്? ഇത് ഞങ്ങൾക്ക് വിശ്വസിക്കാനായിട്ട് വെരി ഡിഫിക്കൽട്ട് ടൈംസ് എന്നവർ പറഞ്ഞു. അവരത് പറയുക മാത്രമല്ല ചെയ്തത്. തുടർന്ന് 66-ാമത്തെ തിരുവാക്യം 6:66 കാണുന്നുണ്ട്. ഇതിനുശേഷം അവന്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി, അവർ പിന്നീട് ഒരിക്കലും അവന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. സഭയുടെ ആദ്യത്തെ വിഭജനം നടക്കുന്നത് നിക്യാസ് സുറദോസിന് ശേഷമാണെന്നാണ് സഭാചരിത്രക്കാർ പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ സഭയുടെ ആദ്യത്തെ വിഭജനം എപ്പോൾ നടന്നു? ഈശോ ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ നടന്നു. ഒരു കൂട്ടം ഡിസൈപ്പിൾസ് അപ്പം തന്നെ വേറെ പാർട്ടി ഉണ്ടാക്കി പോയി. ഹല്ലേലൂയ. ഇപ്പൊ നമ്മള് സഭ പുതിയ പാർട്ടി തുടങ്ങുന്നതൊക്കെ ഇങ്ങനെ അവരുടെ കാരണമൊക്കെ പറഞ്ഞ നമ്മൾ കേട്ടു. അപ്പൊ സഭ പാർട്ടി തുടങ്ങി കഴിഞ്ഞാല് ഇന്ന് കോൺഗ്രസ് ഉള്ളതിനേക്കാളും ഘടകകക്ഷികള് നാളെ സഭയിൽ ഉണ്ടായേക്കാം. ഹല്ലേലൂയ. ഓരോ ബിഷപ്സിന്റെ പേരിലും ഓരോ
വളരെ വിഷയം ഉണ്ടായേക്കാം. അതാണ് സഭയുടെ അവസ്ഥ, അത് വേറെ കാര്യം. അപ്പോ ഈ സഭയായി ഇങ്ങനെ രൂപപ്പെടുന്നതിന് മുമ്പേ തന്നെ എന്ത് സംഭവിച്ചു? ഈശോയുടെ കൂട്ടത്തിൽ തന്നെ കുറെ പേര് പാർട്ടി ഉണ്ടാക്കി, ക്വിറ്റ് ചെയ്തു, വാക്കൗട്ട് ചെയ്തു. പ്രിയമുള്ളവരെ, that was the response of the audience. എങ്കിലും what was affirmation? എന്തായിരുന്നു ഈശോ ഉറപ്പിച്ച് അവരോട് പറഞ്ഞത്? അത് നമ്മൾ ശ്രദ്ധിക്കണം. ഈശോയുടെ നിലപാട് എന്തായിരുന്നു? പത്രോസ്ലീഹായോട് ചോദിക്കുന്നുണ്ട്, you also want to go? നിങ്ങൾക്കും പോകണം, പൊക്കോ. നിങ്ങൾക്കും പോകണമോ? പൊക്കോ. ഞാൻ ആരെയും നിർബന്ധിച്ച് എന്റെ കൂട്ടത്തിൽ ചേർത്ത് നിർത്തുന്നില്ല. ഇത് ഈശോ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് അർത്ഥശങ്കയ്ക്ക് ഇടകൊടുക്കാതെ കൃത്യമായി പഠിപ്പിച്ചതാണ് കുർബാനയെ കുറിച്ച്. ഞാൻ തരുന്ന ഈ റൊട്ടി കഷ്ണം, ഞാൻ തരുന്ന ഈ വീഞ്ഞ്, ഇതെന്റെ ശരീരവും രക്തവുമാണ് ഞാൻ പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്കത് ഗ്രഹിച്ചാലും നിങ്ങളത് മനസ്സിലാക്കിയാലും നിങ്ങളതിനെ താത്വികമായി അവലോകനം ചെയ്താലും ഇല്ലെങ്കിലും ചർച്ച ചെയ്താലും ഇതിൽ നിന്നാണ് വിടു അങ്ങോട്ടും ഇങ്ങോട്ടോ മാറുകയില്ല. ഈ ഒരു ബോധ്യം നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾക്കും ആദ്യം പോയവരുടെ കൂടെ പോകാം. ഇതാണ് പരിശുദ്ധ കുർബാനയെ കുറിച്ച് കർത്താവ് യേശുക്രിസ്തു വളരെ അസന്നിഗ്ധമായിട്ട് നമ്മളോട് പഠിപ്പിക്കുക. അങ്ങനെ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസ്ലീഹ എന്നാണ് നമ്മൾ പറഞ്ഞത്? കർത്താവേ, ഞങ്ങൾ ആരുടെ ഇങ്ങോട്ടേക്ക് പോകാമെന്നേ പറയണത്. കാരണം എന്താണ്? നിത്യജീവന്റെ വചസ്സുകൾ നിന്റെ. അപ്പൊ പരിശുദ്ധ കുർബാനയാകുന്ന കർത്താവിനോട് ചേർന്ന് നിൽക്കാതെ നിത്യജീവൻ നമുക്ക് ലഭിക്കാൻ സാധ്യമല്ല. നമ്മൾ എന്തോരം വചനം കേട്ടാലും എന്തോരം വചനം എഴുതിയാലും വചനം പറഞ്ഞാലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടാലും പരിശുദ്ധ കുർബാനയിൽ നിന്നും ശക്തി സ്വീകരിക്കാതെ ഒരിക്കലും നമുക്ക് നിത്യജീവനാർത്ഥത ഉണ്ടാവുകയില്ല. വിശുദ്ധയായ മദർ തെരേസ കൽക്കട്ടയുടെ തെരുവോരങ്ങളിൽ രാവിലെ മുതലേ കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ചിരുന്നുവെങ്കിൽ വെളുപ്പിന് 3 മണിയാവുമ്പോൾ എഴുന്നേറ്റ് 5 മണിക്ക് കുർബാന ചൊല്ലുന്ന സമയം വരെ ദിവികാരുണ്യ ആരാധന നടത്തി പ്രാർത്ഥിച്ച് ബലി അർപ്പിച്ച് ശക്തി പ്രാപിച്ച തെരുവിലേക്ക് ഇറങ്ങിയത്. മാനവ സേവ, മാധവ സേവ എന്ന് പറഞ്ഞ് ഒരു സംസ്കാരം ഭാരതത്തിലുണ്ട്. മനുഷ്യനെ സേവിച്ചാൽ അത് ദൈവത്തെ സേവിക്കുന്നതിന് തുല്യമാണ്. മാധവ എന്ന് പറഞ്ഞാൽ ഗോഡ് എന്നർത്ഥമാണ്. മാനവ സേവ, മാധവ സേവ. പല ആളുകളും പ്രത്യേകിച്ച് യുവജനങ്ങൾ ആ ഒരു കൺസെപ്റ്റ് അട്രാക്റ്റഡ് ആയിട്ടുണ്ട്. എന്തിനാ പള്ളി പോകുന്നേ? എന്തിനാ കുർബാന സ്വീകരിക്കുന്നേ? എന്തിനാ കുർബാനകൾ സ്വീകരിക്കുന്നേ? Let us help the poor. Let us help the oppressed. Let us help the marginalized. ഇതാണ് അവരുടെ പോളിസി. അങ്ങനെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ കുർബാനയിൽ നിന്നും മനുഷ്യരെ അകറ്റാൻ വിചാരിക്കുന്നു. അങ്ങനെ ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ കൂദാശയിൽ നിന്നും കുമ്പസാരത്തിൽ നിന്നും കുർബാനയിൽ നിന്നൊക്കെ അകറ്റാൻ വിചാരം അറിയാം. കേൾക്കുമ്പോൾ വളരെ ക്യാച്ചി ആയിട്ടുള്ള വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യാവുന്ന ഒരു സംഗതിയാണ്. അവനെ സഹായിച്ചാൽ പോലെ എന്തിനു വന്ന് പള്ളിയിൽ ഞായറാഴ്ച സമയം ആ സമയം കൊണ്ടുണ്ടെങ്കിൽ ജനസേവനം ചെയ്യാൻ പാടില്ലേ? ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയമുള്ളവരെ, ജനത്തെ സേവിച്ചാലും ആരെ സേവിച്ചാലും having God is sublime than serving him. Having God is sublime than serving him. ദൈവത്തെ സമ്പാദിക്കുക എന്നത് ദൈവസേവനം നടത്തുന്നതിനേക്കാളും ഉത്തമമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തെ സമ്പാദിക്കണം. ഞങ്ങൾ എവിടെ പോകും കർത്താവേ? നിത്യജീവന്റെ വചസ്സുകൾ നിന്നിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഈശോ തന്റെ നിലപാട് വ്യക്തമാക്കിയ സ്ഥിതിക്ക് കുർബാന കൂടാതെ ഒരു ജീവിതം നമുക്കില്ല. കുർബാന കൂടാതെ ഒരു അഭിഷേകം നമുക്കില്ല. കുർബാന കൂടാതെ ഒരു രക്ഷ നമുക്കില്ല. അതുകൊണ്ട് ഈശോയിലേക്ക് തന്നെ ചേർന്നിരിക്കാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും, ഞാൻ ഈ ഗോപമണ്ഡലത്തിൽ ചേരുന്നതിന് മുൻപ് ഞാൻ ഈ മലങ്കര കത്തോലിക്ക സഭയിലെ ബഥനി സന്യാസ സമൂഹത്തിലെ ഒരു റിലീജിയസ് ബ്രദർ ആയിരുന്നു. 5 വർഷം അവരുടെ കൂടെ ആയിരുന്നു. ഞാൻ ഫിലോസഫി കഴിയുന്നതിന് വരെ ഞാൻ ഈ ബഥനി അച്ഛന്മാരുടെ കൂടെ ആയിരുന്നു. ഞാൻ ഫിലോസഫി ഒക്കെ കഴിഞ്ഞിട്ടാണ് ഗോപമണ്ഡലത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ദൈവം സഹായിച്ചാൽ ഇപ്പോൾ ബഥനിയുടെ അച്ഛനായി. ബഥനി അച്ഛന്മാരെ കണ്ടിട്ടുണ്ടോ? കാവി ഉൾപ്പെട്ട് അരക്കെട്ടും പുരുഷന്മാരെയുള്ള അച്ഛന്മാരെ കണ്ടിട്ടില്ലേ? ദേ ആർ കാത്തലിക്സ്, മലങ്കര കാത്തലിക്സ്. അപ്പോൾ അവരുടെ കൂട്ടത്തില് തിരുവനന്തപുരത്ത് ഞാനത് ആലുവ പ്രോവിൻസിലായിരുന്നു. തിരുവനന്തപുരം പ്രോവിൻസില് ഒരു അച്ഛനുണ്ട്.
ആ അച്ഛനെ പറ്റി നിങ്ങൾ പക്ഷെ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും ടിവിയിലൊക്കെ. ഒരു 10 കൊല്ലം ഡോക്യുമെന്ററി അച്ഛനെ പറ്റി ശാലോം ടിവി വന്നായിരുന്നു. ആ അച്ഛന്റെ പേര് ഫാദർ ഗബ്രിയേൽ പൊസേന്തി. എന്താണ്? ഫാദർ ഗബ്രിയേൽ പൊസേന്തി. അതൊരു വിശുദ്ധന്റെ പേരാട്ടോ ഈ പൊസേന്തി എന്നുള്ള. സിസ്റ്റേഴ്സ് മനസ്സിലാവും ഇതെന്നാ പേരാണെന്ന് വിചാരിക്കുന്നത്. പൊസേന്തി എന്നൊരു വിശുദ്ധനാണ് ഗബ്രിയേൽ പൊസേന്തി അച്ഛൻ. അച്ഛൻ എന്ന് പറഞ്ഞാൽ സകല കഴിവുകളും പഠിക്കാൻ വിട്ടുപിടുക്കൽ. പൂനാ സെമിനാരിയിലാണ് അച്ഛന്മാരെല്ലാം പഠിച്ചത്. പൂനാ സെമിനാരിയിൽ വാങ്ങി മേടിച്ച് പഠിക്കാൻ അങ്ങനെ കണ്ടി വിട്ടുപിടുക്കൻ. ബാസ്കറ്റ്ബോൾ കളിക്കാരൻ, ഭയങ്കര നാടകത്ത് അഭിനേതാവ്, ഏൽപ്പിക്കുന്നതെല്ലാം ഭയങ്കര വിജയമാക്കി കൊണ്ടുവന്നിരുന്ന ഒരു യുവ വൈദികനായിരുന്നു ഫാദർ ഗബ്രിയേൽ പൊസേന്തി OIC അച്ഛനാണ്. ആ അച്ഛൻ ഇങ്ങനെ തന്റെ യൗവനം അന്നൊന്നും ഇതുപോലെ കാറ് ജീപ്പ് ബൈക്കൊന്നുമില്ല അച്ഛൻ ചെറുപ്പത്തിൽ. ഇപ്പം ആ അച്ഛന് 90 വയസ്സോളം അടുത്ത് പ്രായമുണ്ടെന്ന് മനസ്സിലാക്കാം. 90 വയസ്സോളം അടുത്ത് ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. ആ അച്ഛൻ അങ്ങനെ തന്റെ യൗവനത്തിൽ പട്ടം കിട്ടിക്കഴിഞ്ഞ ആ നാടുകളിൽ ഇങ്ങനെ ബസ് കയറി വയനാട് ബത്തേരിയിൽ അന്ന് അവർക്ക് മിഷനുണ്ട്. ബത്തേരിയൊക്കെ അന്ന് കാട് പിടിച്ച് കിടക്കോ വയനാടൊക്കെ അത്രയും വർഷങ്ങൾക്ക് മുമ്പ്. അങ്ങനെ മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി ബസ് കയറി ഇങ്ങോട്ട് പോയതാണ്. പോയ വഴിക്ക് ആ ബസ് മറിഞ്ഞ് കൊക്കയിലേക്ക് പോയി. ഹല്ലേലൂയ ഹല്ലേലൂയ. കൊക്കയിലേക്ക് പോയപ്പോൾ ഈ അച്ഛൻ ആ വണ്ടിയുടെ ഇടയിൽ പെട്ടുപോയി. അച്ഛന്റെ അരയ്ക്ക് കീഴ്പോട്ടേക്ക് മുഴുവനും പാരലൈസ്ഡ് ആയിട്ട് തളർന്നു. അരയ്ക്ക് കീഴ്പോട്ട് അച്ഛന് ബാക്കി എല്ലാ കാര്യങ്ങളും ശ്വാസം എടുക്കാൻ ചെയ്യാൻ കഴിയും. അച്ഛൻ അതിനുശേഷം 40 വർഷങ്ങൾക്ക് മുൻപാണ് ഇൻസിഡന്റ് സംഭവിക്കുന്നത്. 40 വർഷങ്ങൾക്ക് മുമ്പ്. ആ 40 വർഷങ്ങളായി അച്ഛൻ കിടന്നു. സുന്ദരമായിരുന്ന യുവ വൈദ്യരിൽ നിന്ന് 190 വയസ്സുള്ള വ്യക്തിയായി മാറിയിരിക്കുന്നു. അതിന്റെ 40കളിൽ 40 വയസ്സ് 45 വയസ്സുള്ള സമയത്താണ് സംഭവിക്കുന്നത്. ബെറ്ററായി 40 വർഷത്തിലധികം അദ്ദേഹം കിടന്നു. അപ്പോൾ ഈ ബ്രദേഴ്സ് ആയിരിക്കുമ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ പ്രായമുള്ള വലിയച്ഛന്മാരൊക്കെ പോയി കണ്ട് പ്രാർത്ഥിക്കണം, അനുഗ്രഹം മേടിക്കണം ഒക്കെ അച്ഛന്മാർ പറയുമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരിക്കൽ തിരുവനന്തപുരത്ത് പോയപ്പോൾ ഈ അച്ഛൻ്റെ അടുക്കൽ ഞങ്ങൾ ബ്രദേഴ്സ് എല്ലാവരും പോയി. അപ്പൊ അച്ഛൻ ആരെ കണ്ടാലും അതിഭയങ്കരമായ സന്തോഷമാണ്, ചിരിക്കുന്നു, തമാശ പറയുന്നു. അച്ഛനിങ്ങനെ ഒരു അവസ്ഥയാണെന്ന് പോലും ഇല്ല. നമ്മൾ വിഷമത്തോടുകൂടി അച്ഛൻ്റെ അടുത്ത് ചെന്നാലും നമ്മൾ 2 മിനിറ്റ് കൊണ്ട് നമ്മൾ ഭയങ്കര മോട്ടിവേറ്റഡ് ആകും. അച്ഛൻ്റെ ഈ വർത്തമാനം കേൾക്കുന്നു. ലോകത്തുള്ള സകല കാര്യങ്ങളും, സഭയിലെ കാര്യവും, ക്രിക്കറ്റും ഫുട്ബോളും നാടകവും സിനിമയും അതിനിടയിൽ ബൈബിളും എല്ലാം അച്ഛനാണ് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഒത്തിരി പുസ്തകങ്ങൾ അച്ഛൻ കിടന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വളരെ ഹാപ്പി ആയിട്ടൊരു മനുഷ്യൻ ഇങ്ങനെ. അപ്പൊ ഞങ്ങൾ അറിയുമ്പോൾ ഞങ്ങൾ എല്ലാം ഹാപ്പി ആകാൻ ഇതിനെങ്ങനെയാണ് ഹാപ്പി ആവുന്നത്? അപ്പൊ റെക്ടറച്ഛൻ പറഞ്ഞു, നിങ്ങൾ തന്നെ ചോദിക്കും എന്തുവാണ് അച്ഛൻ്റെ ഈ സന്തോഷത്തിന്റെ രഹസ്യം എന്നൊക്കെ പോയി ചോദിക്കുന്നത്. അപ്പൊ ഞങ്ങൾ പിന്നെ അച്ഛൻ്റെ അടുത്ത് ചെന്നു കഴിയുമ്പോൾ ഞങ്ങളുടെ കൂടുതലുള്ള ഒരു ബ്രദർ ചോദിച്ചു, അച്ഛൻ എങ്ങനെയാ ഇത്രയും വിഷമം ഉണ്ടായിട്ട് 14 വർഷം ഇങ്ങനെ ഇങ്ങനെ കിടന്നിട്ട് മടുത്തില്ലേ? അച്ഛൻ എപ്പോഴെങ്കിലും ഒക്കെ തമ്പുരാനോട് ദേഷ്യം തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇതിങ്ങനെ ചോദിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ ചുമ്മാ ഇരുന്ന് ചിരിക്കുകയാണ്. ഇങ്ങനെ ചിരിക്കുകയാണ്. അതൊരു അച്ഛൻ്റെ ആരോഗ്യം പോയപ്പോൾ അച്ഛൻ എന്തൊരു കഴിവുണ്ടാകുന്നതാണ്. എങ്ങനെയായാലും അച്ഛൻ ആവശ്യം തോന്നിയിരിക്കും. അപ്പോൾ ആ അച്ഛൻ ഇങ്ങനെ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ബ്രദറെ, എന്റെ അരയ്ക്ക് കീഴ്പോട്ടേക്കുള്ള ആരോഗ്യം മാത്രമല്ലേ പോയിട്ടുള്ളൂ, എന്നിൽ നിന്ന് ഈശോ പോയില്ലല്ലോ. പറഞ്ഞേ ഹല്ലേലൂയ. എന്നിൽ നിന്ന് ഈശോ പോയിട്ടില്ലല്ലോ, എന്നിൽ ഇപ്പോൾ ഈശോ വസിക്കുന്നുണ്ടല്ലോ. പിന്നെ ഞാൻ എന്തിനാണ് നിറോളിക്കുന്നത്? ഞാൻ എന്തിനാണ് നിരാശപ്പെടുന്നത്? ഞാൻ എന്റെ ഈശോയെ സഹിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ഈ തളർന്നു കിടന്ന അച്ഛന് 5 വർഷം മുമ്പ് ഈശോ മറ്റൊരു സമ്മാനം കൂടെ നൽകി. പാൻക്രിയാസിൽ ക്യാൻസർ. അതിന്റെ അതിഭയങ്കരമായ വേദനയും ഇപ്പോൾ അച്ഛൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം അവിടുത്തെ അച്ഛനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ അച്ഛൻ ഇപ്പോൾ അഡ്മിറ്റ് ആണെന്നാണ് കേട്ടത് തിരുവനന്തപുരത്ത്. ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെയുള്ള വിശുദ്ധ ജന്മങ്ങൾ ഇന്നും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. അൽഫോൻസാമ്മ സഹനദാസിയായിരുന്നു നമ്മൾ പഠിക്കുകയും നമ്മളുടെ മധ്യസ്ഥത്തിനായി സ്വർഗത്തിലിരിക്കുകയും ചെയ്യുമെന്ന് പറയുന്നത് ഇന്നും പല അൽഫോൻസാമ്മമാര് നമ്മുടെ കൂട്ടായ്മയിലുണ്ട്. വേദന വരുമ്പോൾ, മനസ്സിലാക്കാൻ സാധിക്കാതാകുമ്പോൾ, തിക്താനുഭവങ്ങൾ വരുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് തള്ളാനുള്ള ഒന്നല്ല, മറിച്ച് ചേർത്ത് പിടിക്കാനുള്ളതാണ് ഈശോ. ആ ചേർത്ത് പിടിക്കാൻ നമുക്ക് സഹായമാകുന്ന ഏറ്റവും വലിയ മാർഗമാണെന്ന് പരിശുദ്ധ കുർബാന. അതുകൊണ്ട് പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന
പഠിക്കുന്നതിലും പരിശുദ്ധ കുർബാനയെ ആരാധിക്കുന്നതിലും ഉപരിയായ ഒരു സന്തോഷം ഒരു ക്രിസ്ത്യാനിക്ക്, ഒരു കത്തോലിക്കന് ലഭിക്കാൻ പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അതുകൊണ്ട് നമ്മുടെ വേദനകൾ എന്തുമായിക്കൊള്ളട്ടെ, മനസ്സിന്റെ ഭാരങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, പരിശുദ്ധ കുർബാനയിൽ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അഴിഞ്ഞു പോകാത്തതായ ഒരു ബന്ധനങ്ങളുമില്ല. പരിശുദ്ധ കുർബാനയിൽ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ എടുത്തു മാറ്റപ്പെടാത്തതായ ഒരു ദുഃഖവുമില്ല. ഒരുപക്ഷെ നമ്മുടെ പ്രോബ്ലം നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ റിസോൾവ് ചെയ്യപ്പെടണമെന്ന് വിചാരിച്ചപ്പോൾ പറ്റുന്നില്ല. അപ്പൊ ആ അച്ഛനെ സംബന്ധിച്ചിടത്തോളം തളർന്നുപോയ ശരീരം, പാൻക്രിയാസ് ക്യാൻസർ, അത് പെട്ടെന്ന് മാറട്ടെ എന്ന് പറഞ്ഞാൽ മാറിയിരിക്കുകയില്ല. പക്ഷേ അതിന്റെ മധ്യത്തിലും ഈശോ എന്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ള ഇന്നർ ജോയ്, ഇന്നർ പീസ് ആൻഡ് ഹാർമണി, അതാ മനുഷ്യൻ കിട്ടുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ്? പരിശുദ്ധ കുർബാനയുടെ ശക്തി കൊണ്ടാണ്. അച്ഛൻ ആ കിടന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് പരിശുദ്ധ കുർബാന അർപ്പിക്കും. മണിക്കൂറുകൾ എടുത്ത് ധ്യാനിച്ച് കണ്ണുനീരൊഴുക്കി അച്ഛൻ കുർബാന അർപ്പിക്കും. അച്ഛൻ്റെ കൂടെ റീജൻസി ബ്രദേഴ്സിനെ ഇടും. ആ ബ്രദേഴ്സിന് മുഖം പണിയാണ്. കാരണം എന്താണ്? അച്ഛൻ ഈ കുർബാന ചൊല്ലുന്ന സമയം മുഴുവൻ അച്ഛൻ്റെ നിർബന്ധമുണ്ട്. എന്താണ്? ഈ അച്ഛനെ സഹായിക്കാൻ കൊണ്ടിരിക്കുന്ന ബ്രദർ മുഖ് കുത്തിരിക്കണം. അതുകൊണ്ട് സകല ബ്രദേഴ്സും ദൈവമേ അച്ഛൻ്റെ കൂടെ കിട്ടല്ലേ എന്നൊക്കെ ആളുമേ പ്രാർത്ഥിക്കും. പക്ഷേ അച്ഛൻ്റെ കൂടെ റീജൻസി കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ബ്രദേഴ്സ് ഒക്കെ തീ പിടിച്ച ആത്മാക്കളായിരിക്കും. അതുകൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ 12-ാം അധ്യായത്തിൽ, പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ ഈജിപ്തിൽ വെച്ച് യഹോവയായ ദൈവം ഇസ്രായേൽ ജനതയോട് പറയുകയാണ്, എന്ത്? ഇന്ന് ഞാൻ എന്റെ സംഹാര ദൂതനെ അയക്കും. അവൻ എന്താണ് ചെയ്യുന്നത്? അവൻ ഈജിപ്തിലെ ഇസ്രായേൽക്കാർ ഒഴികെയുള്ള സകല പുരുഷന്മാരെയും സ്ത്രീകളെയും കടിഞ്ഞൂൽ സന്താനങ്ങളെയും മൃഗങ്ങളെയും ജീവികളെയും ഒക്കെ കൊല്ലും, മാളിനിരയാകും. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഊനമറ്റ, കറയില്ലാത്ത, തെറ്റുകൂടാത്ത ഒരു ആട്ടിൻകുട്ടിയെ, മുട്ടാടിനെ കരുതി വെക്കണം. 14-ാം പൊക്കം, അതായത് ഈ 14-ാം പൊക്കം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് പെസഹ ആചരണത്തിന്റെ സമയമാണ്. പെസഹ ആചരിക്കുന്നത് 14-ാം പൊക്കമാണ്. ഇപ്പോൾ ആ 14-ാം പൊക്കം പെസഹായുടെ ദിവസം നിങ്ങൾ ഈ ആടിനെ ബലി കഴിച്ച് അതിന്റെ സകല പാർട്സും കഴിക്കണം. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? നമ്മൾ ഉടനെ ആചരിക്കുന്ന അതിനുശേഷം നിങ്ങൾ ആ ആടിന്റെ അല്പം രക്തം മാറ്റി വെച്ച് നിങ്ങളുടെ ഭവനത്തിന്റെ കട്ടിലയുടെ 2 കട്ടിലക്കാലയിലും അതിന്റെ മുകൾ പടിയിലും മേൽപ്പടിയിലും അവിടെ മുഴുവൻ തളിച്ചത്. സംഹാരദൂതൻ രാത്രി നിങ്ങൾ പുറത്തിറങ്ങരുത്, മുറി അടച്ചിരിക്കണം, ജനൽ അടച്ചിരിക്കണം. ഏഞ്ചൽ വിൽ ഗോ. അതിൽ കടന്നു പോകുമ്പോൾ എവിടെയാണോ ഈ രക്തപ്പാട് കാണാത്തത് അവരൊക്കെ പറഞ്ഞു രക്തപ്പാടുള്ള ഭവനങ്ങൾ രക്ഷപ്പെടും. ഹല്ലേലൂയ. ഈജിപ്തിൽ ഇസ്രായേൽക്കാരെ രക്ഷപ്പെടുത്തുവാൻ ഊനമറ്റ കുഞ്ഞാടിനെ സമർപ്പിച്ചതിന്റെ രക്തം കട്ടിലപ്പടിയിൽ തളിച്ച് അവർ രക്ഷ പ്രാപിച്ചുവെങ്കിൽ പുതിയ നിയമത്തിൽ സ്വർഗരാജ്യത്തിന്റെ ഉന്നാസ്വാദനമായ തിരുസഭയിൽ ഈ കാലഘട്ടത്തിൽ പൈശാചികമായ തന്ത്രങ്ങളിൽ പെട്ടുപോകാതെ, പിശാചിന്റെ കെണികളിൽ പെട്ടുപോകാതെ, നിത്യശിക്ഷയ്ക്ക് വിധേയരാകാതെ നിത്യജീവന്റെ സ്രോതസ്സായ ഈശോയിലേക്ക് ചേർക്കപ്പെടുവാൻ തക്ക വിധത്തിൽ നമ്മളെ രക്ഷപ്പെടുത്താനായി കർത്താവിശോമിശിഹായാകുന്ന ഊനമറ്റ കുഞ്ഞാടിന്റെ തിരുരക്തത്താൽ നമ്മുടെ വ്യക്തിത്വങ്ങളും നമ്മുടെ ഭവനങ്ങളും നമ്മുടെ ഇടവകയും സഭയും അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് പറയുക, ഒരു വ്യക്തിയെങ്കിലും ഒരു ദിവസം പരിശുദ്ധ കുർബാനയെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വരണം. ഒരു വ്യക്തി. ഈ ഇടവകയിലെ കാണുന്ന ഒത്തിരി സഹോദരങ്ങൾ കുർബാന വരുന്നവർ വെരി ഗുഡ്. ഞായറാഴ്ച എല്ലാ കുർബാനക്കും നമുക്ക് വരുന്ന സാധനമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ എന്നാൽ ചിലർക്ക് അങ്ങനെ താല്പര്യമില്ല, വരാൻ അവസരം ഉണ്ടായിരുന്നു. നമ്മൾ കീഴിടം വരെയുണ്ട്, നമ്മോട് പോയാൽ പറവ് അടുത്ത് വരെയുണ്ട്, അതിർത്തി അല്ലേ? അപ്പൊ ഇവിടുന്ന് എല്ലാ ദിവസവും വഴി പറയണമെന്ന് പ്രാക്ടിക്കൽ. പക്ഷേ പരിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് ഞായറാഴ്ച ഒരു അവസരം കിട്ടുമ്പോൾ നമ്മൾ എത്രത്തോളം താല്പര്യമെടുക്കുന്നുണ്ട് ഓരോരുത്തരും ശോധന ചെയ്യണം. നമുക്ക് എല്ലാവർക്കും വീട്ടില് കാറും ജീപ്പും ബൈക്കും ലോകപ്രസംഗ വണ്ടികളും കൂടിയതും കുറഞ്ഞതുമായ എല്ലാ വണ്ടികളും നമ്മുടെ വീട്ടിലുണ്ട്. എന്നാലും നമ്മൾ ഏതെങ്കിലും നേരത്ത് ഏതെങ്കിലും ഒരു കത്തോലിക്ക പള്ളിയിൽ പോയി പരിശുദ്ധ കുർബാന വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും അർപ്പിക്കുന്നുണ്ടെങ്കിൽ ആ ഭവനങ്ങളെല്ലാം രക്ഷപ്രാപിക്കും.
ആ ഭവനങ്ങളിലുള്ളവരുടെ ആത്മാക്കൾ നശിച്ചു പോകുവാൻ ഈശോ അനുവദിക്കുകയില്ല. അവരോട് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു പോയിന്റ് നിങ്ങളെ പറഞ്ഞ ശേഷം നിങ്ങളുടെ ഈ പരിശുദ്ധ കുർബാനയെ പറ്റി നമുക്കിപ്പോൾ അറിവുണ്ട്, ജ്ഞാനമുണ്ട്, അതിനകത്ത് ഈശോയുടെ പ്രസൻസ് ഉണ്ട് എന്നൊക്കെ നമുക്കറിയാം. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് പലപ്പോഴും കുർബാന അർപ്പിക്കുമ്പോൾ അതൊരു അനുഭവമായി മാറുന്നു. കുർബാന ചൊല്ലുന്ന അച്ഛന്റെ പാട്ടിന്റെ മികവ് കൊണ്ടല്ല കുർബാന അനുഭവമായി മാറുന്നത്. വൃദ്ധനായ ഒരു അച്ഛൻ വന്ന് കുർബാന അർപ്പിച്ചാലും, സംഗീതമാധുര്യം ഇല്ലാത്ത ഒരു അച്ഛൻ കുർബാന അർപ്പിച്ചാലും കുർബാനയാണ്. ആര് കുർബാന അർപ്പിച്ചാലും ഒരു എന്തൊക്കെയോ പ്രശ്നങ്ങൾ, ഒരു താല്പര്യക്കുറവ്, നമ്മൾ വരുന്നു പോകുന്നു, നമുക്ക് താല്പര്യക്കുറവുകളൊക്കെ വരാറുണ്ട്. അതിനകത്ത് ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് നമുക്ക് വരാറില്ല. അതിന് എന്തൊക്കെ കാരണങ്ങളാണുള്ളത്? വാട്ട് ആർ ദ റീസൺസ് ബിഹൈൻഡ്? എങ്ങനെയാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ കുർബാന നാം അർപ്പിക്കേണ്ടത്? അതിനെക്കുറിച്ചാണ് നാം ഇനി അല്പമായി ധ്യാനിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമുക്കൊരു വചനം ശ്രമിക്കാം. യേശയ്യായുടെ പ്രവചനം 66-ാം അധ്യായം 2-ാം തിരുവാക്യം. യേശയ്യ 66:2. അതിപ്രകാരമാണ്: ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. ഹല്ലേലൂയ. പരിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് വരുമ്പോൾ നമുക്കുണ്ടായിരിക്കുന്ന മനോഭാവമാണ് ഇതിനെക്കുറിച്ച് പറയുക. ആത്മാവിൽ എളിമയും അനുതാപവും. എന്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കണം. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചു വരണം. ആ വിറയിലും ഭയഭക്തിയൊന്നും ഇല്ലാതെ വെറുതെ ഇങ്ങനെ വന്ന് പോയി കഴിഞ്ഞാൽ ഇതൊരിക്കലും അനുഭവമാണ്. വളരെ കൃത്യമായി പറയുന്നുണ്ട്, ആത്മാവിൽ എളിമ വേണം. ഇഫ് യു ഹാവ് പ്രൈഡ്, നിങ്ങൾക്ക് അഹങ്കാരമുണ്ടോ, താൻ പോരുമയുണ്ടോ, അപ്പോൾ ഞാൻ എന്നെ കൊണ്ട് കുട്ടിയാൽ പോലും എനിക്കറിയാം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ, ഈ ഒരു മനോഭാവത്തോടെയാണോ നാം ദൈവസന്നിധിയിൽ വന്നു നിൽക്കുക? നമുക്ക് ഒരിക്കലും ഏത് ഭാഗമാർ കൂടിയാലും ആ വിഷയം കിട്ടില്ല, അല്ലെങ്കിൽ നമുക്കൊരു താല്പര്യം തോന്നില്ല, ബോറടിക്കും. നമ്മിൽ അഹങ്കാരം. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നമ്മളുടെ കുർബാന എങ്ങനെ ആരംഭിക്കുന്നത്? അന്നാം പെസഹ തിരുനാളിൽ കർത്താവിന്റെ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നീണ ഒരുമയോടെ ബലി അർപ്പിക്കാം. ബാക്കി എന്താണ്? അനുരഞ്ജിതരായി തീർന്നീണ. എന്ത് വേണം? we need അനുരഞ്ജനം, reconciliation, repentance. അനുതാപവും അനുരഞ്ജനവും നമുക്കുണ്ടോ? അത് തന്നെയാണല്ലോ മറ്റൊരു ഈശോ പറഞ്ഞിരിക്കുന്നത്, നീ ബലി അർപ്പിക്കുവാൻ പോകുമ്പോൾ ആർക്കെങ്കിലും നിന്നോട് വിരോധമുണ്ടെന്ന് നീ ബലി അർപ്പിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നിനക്ക് തോന്നുന്ന പക്ഷം ബലിവസ്തുവായി കഴിച്ചു പോയി അവരുമായിട്ട് റെക്കൺസൈൽ ചെയ്യുക. ഇതൊക്കെ പറയാൻ എളുപ്പമാണ് എന്നതെല്ലാം മനസ്സിലായിരിക്കുന്നുണ്ടാവും. നമ്മൾ ഇത്രയും ഓർത്താൽ മതി, നമ്മളായിട്ട് ആരെയും വെറുക്കരുത്, നമ്മളായിട്ട് ആരെയും വഞ്ചിക്കരുത്, നമ്മളായിട്ട് ആർക്കും തിന്മയായിരിക്കരുത്. ഹല്ലേലൂയ. നാം എന്താണോ, നാം എത്രത്തോളം സമ്പന്നനാണോ, അഭ്യസ്തവിദ്യനാണോ, അത് ദൈവത്തിന്റെ കൃപയാണ്. ഈ ലോകത്ത് എടുത്തു മാറ്റപ്പെടുന്നതാണ് സർവ്വ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും. എപ്പോൾ വേണമെങ്കിലും പക്ഷെ ഒരിക്കലും എടുത്തു മാറ്റപ്പെടാത്തതാണ് ഈശോയ്ക്ക് നമ്മളോടുള്ള വിശ്വസ്തത. ആ വിശ്വസ്തതയുടെ ഫലമാണ് നിത്യജീവിതം. അതിനുള്ള ഉപാധിയാണ് പരിശുദ്ധ കുർബാന. പ്രിയമുള്ളവരെ, വിശുദ്ധ അന്ത്രേമ്യോ പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്ത് സൂര്യൻ ഉദിച്ചില്ലെങ്കിലും ലോകം മുൻപോട്ട് പോകും, ഇരുട്ടാണെങ്കിലും ലോകം മുൻപോട്ട് പോകും. പക്ഷേ ഏതെങ്കിലും ഒരു നാൾ ഈ ലോകത്ത് പരിശുദ്ധ കുർബാനകൾ അർപ്പിക്കുന്നത് നിർത്തലാക്കപ്പെട്ടാൽ ലോകം അന്ന് തന്നെ നശിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അത്രമാത്രം ശക്തമായ ഉറവിടമായി പരിശുദ്ധ കുർബാനയെ നാം സമീപിക്കുമ്പോൾ നാം നമ്മുടെ അഹങ്കാരം ഒഴിവാക്കുക, എളിമപ്പെടണം. ആത്മാവിൽ എളിമ അഭ്യസിക്കുന്നവരാണ്. കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ നാം ഞെട്ടി വിറയ്ക്കണം. എന്തിനെ കുറിച്ചാണ് ഞെട്ടി വിറയ്ക്കുന്നത്? പടക്ക പൊട്ടിക്കുന്നവരുടെ അച്ഛൻ കുർബാനയിൽ പ്രാർത്ഥിക്കുന്നവരല്ല ഞെട്ടി വിറയ്ക്കണം. മനസ്സിൽ എന്താണ്? ആ പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ അനുസരിച്ച് ദൈവമേ, ആ ഇപ്പോൾ അച്ഛൻ ചൊല്ലിയ പ്രാർത്ഥന അനുസരിച്ച്
എനിക്കിവിടെ നിൽക്കാൻ എനിക്ക് യോഗ്യതയുണ്ട്, ഇതിന്റെ 7 അയൽവക്കത്തിലേക്കാണ് യോഗ്യത എനിക്കില്ല. അല്ലെങ്കിൽ കർത്താവിന്റെ ഈ വചനമനുസരിച്ച് ദൈവം എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കാൻ പോയി കഴിഞ്ഞാൽ എന്റെ പൊടിപോലും ഈ ഭൂമിയിൽ കാണുകയില്ല. നമ്മുടെ ആത്മാവിന്റെ ദുരവസ്ഥയോടുള്ള ഭയപ്പാടോടുകൂടിയുള്ള പശ്ചാത്താപത്തോടുകൂടിയുള്ള അനുതാപത്തോടുകൂടിയുള്ള നമ്മുടെ ഏറ്റുപറച്ചിലാണ് പരിശുദ്ധമായ നമുക്ക് എഴുതുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെടാവുന്നു. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾ നിങ്ങൾ യോഗ്യരാകുവാൻ